ഒരു കാലത്ത് ടാറ്റയും ബിർളയും അംബാനിയും അദാനിയും എല്ലാം കുത്തക മുതലാളിമാരാണെന്നും ബൂർഷകളാണെന്നും പറഞ്ഞ് അവർക്കെതിരെ സമരം ചെയ്ത ആളുകൾ ഇപ്പോൾ പറയുന്നു ഇവരൊക്കെയാണ് ഞങ്ങൾ നോക്കുന്നത്. അതായത് 50 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം കൊടുക്കാവുന്ന കുത്തക ബൂർഷ മുതലാളികളെയാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യമിടുന്നത്, അല്ലാതെ പാവപ്പെട്ടവനെയും സാധാരണക്കാരന്റെ ഉന്നമനത്തിനല്ല. ഇവിടെ കേരളത്തിൽ ലഭിക്കാത്ത ഒരേ ഒരു കാര്യം മനസ്സമാധാനമാണ്. ഇവിടെ നിക്ഷേപിക്കുന്നവന് മനസ്സമാധാനമില്ല. ശ്രീ രാജീവ് പറഞ്ഞതിന്റെ അർത്ഥവും എനിക്ക് മനസ്സിലായി. ഞാൻ മനസ്സ് വെച്ചാൽ എനിക്ക് മനസ്സമാധാനം കിട്ടുമെന്നുള്ളത്. ബാക്കിയുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. ഇത് തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം. ഇവിടെ ഏത് കള്ളനും കൊള്ളക്കാരനും തെമ്മാടിക്കും ഗുണ്ടയ്ക്കും ഒക്കെ വ്യവസായം നടത്താം. കാണേണ്ടവരെ കാണേണ്ട രീതിയിൽ കണ്ടുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ കണ്ടാൽ പോരാ, കണ്ടുകൊണ്ടേയിരിക്കണം. ഇത് രാജീവിന്റെ പണമോ LDFന്റെ ഔദാര്യമോ പിണറായിയുടെ പണമോ അല്ല, അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്വത്താണത്.